ഹായ്, കുറച്ച് കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. പിന്നെ അതായത് കുറച്ച് തിരക്കിലായിപ്പോയി കേട്ടോ. നമ്മുടെ ഇവിടെ രഥോത്സവം നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. നിറയെ ആളുകളുണ്ട്, എല്ലാം ജനങ്ങളാണ്. ആകെ റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല, രണ്ട് സൈഡിലും ബ്ലോക്കാക്കിയിട്ട് പോവാണ്. അപ്പം എല്ലാവരും ഈ ഹരേ കൃഷ്ണ ടീമിൻ്റെ ആളുകളാണെന്ന് നടത്തുന്നത് അവരുടെ. അപ്പോൾ എല്ലാവരും ഉണ്ട്, അവരുടെ പ്രോഗ്രാമാണ് നടക്കുന്നത്. അപ്പോൾ ഈ രഥം വലിക്കുന്നതിന് മുന്നേ, അതിൻ്റെ മുന്നേ നടക്കുന്ന ആഘോഷങ്ങളാണത്. അത് വേഷം കെട്ടിയിട്ട് നമ്മുടെ ശിവൻ, പാർവതി, അർദ്ധനാരീശ്വരൻ, നാരദൻ, പിന്നെ നരസിംഹം, ഗണപതി, അങ്ങനെ ഒരുപാട് വേഷങ്ങൾ അങ്ങനെ കെട്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ പൂരത്തിനൊക്കെ കാണാറില്ലേ, അതേപോലെ. അപ്പോൾ ഞങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആളുകളാണ്. വണ്ടിയൊന്നും പോലും, അവരുടെ വണ്ടി മാത്രമേ കടത്തി വിടുന്നുള്ളൂ, അല്ലാണ്ട് ബൈക്ക് പോലും, ടൂ വീലർ പോലും കടത്തി വിടുന്നില്ല, അത്രയും ബ്ലോക്കാണ്. പിന്നെ ശിങ്കാരിമേള ഉണ്ട്, പെണ്ണുങ്ങളുടെ ശിങ്കാരിമേള നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ആളുകളുണ്ടോ, കയറ് കെട്ടി രണ്ട് സൈഡിലും കയറ് കെട്ടിയിട്ട് വലിക്കുകയാണ്. ഇത് അവർക്ക് രഥോത്സവം ഈ രഥത്തിലേക്കുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ വീടിൻ്റെ മുന്നിൽ അങ്ങനെ വെച്ചിട്ടുണ്ടാവും, അതായത് പഴം അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഹരേകൃഷ്ണ ടീമിൻ്റെ ആൾക്കാരാണ്. അതിലൊരു വിദേശി കണ്ടോ, നന്നായിട്ട് നാമം ചൊല്ലുന്നുണ്ട്. ഹരേകൃഷ്ണ എന്ന് പറയുന്നത് നന്നായിട്ട്, നമ്മൾ മലയാളികൾ പറയുന്നത് അതേപോലെ തന്നെ അത് നന്നായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ടീമിൻ്റെ വകയാണല്ലോ. ഹരേകൃഷ്ണ എന്ന ടീമൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ആൾക്കാർ തന്നെ ശിങ്കാരിമേളായിട്ടും ഡാൻസും കാര്യങ്ങൾ, നാമജപം അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. രണ്ട് സൈഡിലും ആളുകൾ കയറ് പിടിച്ചിട്ട് പിന്നെ രഥം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കയറ് പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണല്ലോ. അങ്ങനെ എല്ലാവരും അത് പിടിച്ച് പോവാണ്. കുട്ടികളും വലിയവരും പ്രായമുള്ള ആൾക്കാരും അങ്ങനെ തുടങ്ങി എല്ലാവരും ഉണ്ട്. ആ കാണുന്നതാണ് രഥം. നല്ല വലുപ്പവും നീളമുണ്ട് കേട്ടോ. അപ്പോൾ അതിലുള്ള ആളുകൾ കണ്ടോ, പൂവാണ് എല്ലാവർക്കും കൊടുക്കുകയാണ്. പൂവ് അങ്ങനെ എറിയാണ്. അപ്പോൾ തന്നെ എല്ലാവരും എടുക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതെ തൊഴുത് ഭക്തി, നല്ല എന്താ പറയുക, നല്ല പൂജയോടും ഭക്തിയോടും പിന്നെ നോൻപോടും കൂടിയിട്ട് വേണം രഥം വലിക്കാനൊക്കെ. അത്രയും കഠിനമായ നോൻപ് വേണമെന്നാണ് പറയാം. നോൻപ് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഫലം നമുക്ക് കിട്ടുമെന്നൊക്കെയാണ് പറയാം. അപ്പോൾ അത്രയും നല്ല രീതിക്ക് നോൻപൊക്കെ എടുത്തിട്ടാണ് ആളുകൾ ഈ രഥം വലിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അവർക്ക് പ്രസാദം കൊടുക്കുന്നുണ്ട്. അതിലുള്ള അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പ്രസാദം കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കും കിട്ടിയിട്ടോ, അവിടെ നിന്ന് അവർ തരുന്ന ഓറഞ്ച് എനിക്ക് നേരെയായിട്ട് നീട്ടുന്നത്. അതിൽ പൂവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാവരോടൊക്കെ യാത്രയും പറഞ്ഞ് ഞങ്ങൾ കണ്ടു. ഒരു 3:30 തുടങ്ങുമെന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ എല്ലാം തുടങ്ങുമ്പോഴേക്കും 4:30 ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല. അമ്പലത്തിൽ ഏകദേശം രാത്രി എന്തായാലും ലേറ്റ് ആവും കഴിയണമെങ്കിൽ. അവിടെ ഫുഡൊക്കെ ഉണ്ട് അമ്പലത്തിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.